നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. ISLലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത കളി ഈസ്റ്റ് ബംഗാളിനെതിരെ വരുന്ന വെള്ളിയാഴ്ചയാണ്. രാത്രി 7:30 കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. മത്സരത്തിന് മുന്നോടിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് TG പുരുഷോത്തമൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ആ ഘട്ടത്തിൽ മാധ്യമ പ്രവർത്തകർ ഒരു കാര്യം എടുത്ത് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 കളികൾ നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് 3 റെഡ് കാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് താരങ്ങളോട് സംസാരിച്ചിരുന്നോ, എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് കോച്ചിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിൽ സംഭവങ്ങൾ ഉണ്ടായി. എന്താണ് സംഭവിച്ചത് നിങ്ങൾക്കറിയാം. അതിലെ രണ്ടാമത്തെ കാർഡ് യഥാർത്ഥത്തിൽ റെഡ് കാർഡ് ആയിരുന്നില്ല. അതുപോലെ തന്നെ ലാസ്റ്റ് മാച്ചിലും കാര്യങ്ങൾ സംഭവിച്ചു. അവിടെ നടന്നത് ഒരു നെഗറ്റീവ് ടാക്ടിക്സ്, ഞങ്ങളുടെ എതിരാളികളുടെ ഭാഗത്തുണ്ടായിരുന്ന ഒരു നെഗറ്റീവ് ടാക്ടിക്സ് ആണ്. ടു ബി ഫ്രാങ്ക്, എന്താണ് ഉണ്ടായത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ അങ്ങനെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും അത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള രൂപത്തിൽ ടീം ഹാൻഡിൽ ചെയ്യുകയും ചെയ്തു. പക്ഷെ അത് സംഭവിച്ചു പോയി. നമ്മൾ ആരെയും ബ്ലെയിം ചെയ്യുന്നില്ല. നമുക്ക് അതല്ല നമ്മളുടെ ഒരു രീതി. എന്തായാലും ഇത്തരം സിറ്റുവേഷനുകൾ ഉണ്ടാകുമ്പോൾ ടീം ഒന്നടങ്കം മികച്ച രൂപത്തിൽ അതിനെ നേരിടേണ്ടതുണ്ട്. താരങ്ങളെ എല്ലാവരും പ്രൊഫഷണൽസ് ആണ്. അവർക്കറിയാം എന്താണ് അവരുടെ ജോബ് എന്ന്. അവരത് കൃത്യമായിട്ട് ചെയ്യുന്നുമുണ്ട്. ഇങ്ങനെ എന്ത് സംഭവിച്ചാലും ഗ്രൗണ്ടിൽ നമുക്കത് ഓവർകം ചെയ്യേണ്ടതുണ്ട്. അത് തന്നെയാണ് താരങ്ങൾ കഴിഞ്ഞ കളിയിൽ ചെയ്തത് എന്നുകൂടി ഇപ്പോൾ TG പുരുഷോത്തമൻ പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും മാധ്യമപ്രവർത്തകരെടുത്ത് ചോദിക്കുന്നുണ്ട്, ഇത്തരം ഘട്ടങ്ങളിലൊക്കെ ആത്മസംയമനം പാലിക്കേണ്ടേ? ഇപ്പോൾ ആചാര്യ പ്രകോപിപ്പിക്കുകയാണല്ലോ ചെയ്തത്. അപ്പം ഐവൻ അതിൽ വീണ് പോയതല്ലേ? അപ്പോൾ ഇത്തരം ഘട്ടങ്ങളിലൊക്കെ ആത്മസംയമനം പാലിക്കേണ്ടതല്ലേ? ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് ടീമിനത് തിരിച്ചടിയാവുന്നില്ലേ എന്നുള്ള ചോദ്യം വരുമ്പോൾ അദ്ദേഹം വീണ്ടും പറയുകയാണ്, തീർച്ചയായിട്ടും അവർ കാര്യങ്ങൾ റിയലൈസ് ചെയ്തിട്ടുണ്ട്. അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭാഗത്തു നിന്നൊരു പ്രകോപനമാണ് ഉണ്ടായിരുന്നത്. അത് അവരുടെ ഒരു നെഗറ്റീവ് ടാക്ടിക്സ് ആയിരുന്നു. മിലോസ് അതിൽ വളരെ മികച്ച രൂപത്തിലാണ് കാര്യങ്ങൾ ചെയ്തത്. അദ്ദേഹം അതിൽ വീണില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഐവന്റെ കാര്യത്തിൽ അത് സംഭവിച്ചു. എന്തായാലും നമ്മൾ ആരെയും ഇവിടെ ബ്ലെയിം ചെയ്യുകയല്ല. പക്ഷേ ഇത്തരം സിറ്റുവേഷനുകൾ നമ്മൾ ഓവർകം ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ ഫുട്ബോളിന്റെ ഭാഗമാണ്. അതിനെ ആ തരത്തിൽ ഹാൻഡിൽ ചെയ്യുകയാണ് വേണ്ടത് എന്നുകൂടി ഇപ്പോൾ കോച്ച് പറയുന്നുണ്ട്. എന്തായാലും റെഡ് കാർഡ് കിട്ടി 10 പേരായിട്ട് ചുരുക്കം. ഒരു നിമിഷത്തെ കൈവിട്ടു പോയ കാര്യം കൊണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ആചാര്യവുമായിട്ട് ഹെഡ്ബട്ട് നടത്തി ഇങ്ങനെ ആഞ്ഞ് അദ്ദേഹം തള്ളുകയാണ് ചെയ്തത്. അതിനാണ് അവർ റെഡ് കാർഡ് കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ട് അത് റെഡ് കാർഡ് തന്നെയാണ്. അതേസമയം അതിന് മുമ്പത്തെ മത്സരത്തിൽ, പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിൽ ഐബന് തന്നെ റെഡ് കാർഡ് ലഭിച്ചിട്ട് ആ റെഡ് കാർഡ് പിന്നെ റിവോക്ക് ചെയ്തിരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം റെഡ് കാർഡുകൾ ഇങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞാൽ തുടർച്ചയായി കിട്ടുക എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. കാരണം അത് ടീമിനെ പുറകോട്ട് വലിക്കും. പക്ഷേ അങ്ങനെ സംഭവിക്കുമ്പോഴും ടീം മികച്ച രൂപത്തിൽ റിയാക്ട് ചെയ്തു എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.